നമസ്കാരം. സമരം ഘടിപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് പടിക്കൽ മുടി മുറിച്ചാണിന്നവർ പ്രതിഷേധിച്ചത്. സർക്കാരിന് മുന്നിലേക്ക് മുറിച്ച മുടി എറിഞ്ഞാണ് അവർ പ്രതിഷേധിക്കുന്നത്. മുടി പൂർണ്ണമായി നീക്കം ചെയ്തും മുടി മുറിച്ചും ആശമാർ സമരം ഘടിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടി മുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുണ്ട്. 50-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ സമരം. സമര നേതാവ് മിനിയാണ് ആദ്യം മുടിമുറിച്ചത്. പത്മജ എന്ന ആശാപ്രവർത്തക തല മുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എത്രത്തോളം മുടി മുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് സമര നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. പല ആശാപ്രവർത്തകരുടെയും കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 10-ാം തീയതിയാണ് വിവിധ ആവശ്യങ്ങളുമായി ഒരു കൂട്ടം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. രാപ്പകൽ സമരം 50-ാം ദിവസത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് ആശാപ്രവർത്തകർ മുടി മുറിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സമരവേദിയിൽ മുടിമുറിക്കൽ സമരത്തിൽ പങ്കാളികളായി. മുടിമുറിക്കൽ സമരത്തോടുകൂടി ആഗോളതലത്തിൽ സമരത്തിന് പിന്തുണ ഏറുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം 12-ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നിരാഹാര സമരം 11-ാം ദിവസത്തിലേക്കും കടന്നു. പാലോട് FHCയിലെ SS അനിതകുമാരി, പുത്തൻതോപ്പ് CHCയിലെ ബീന പീറ്റർ, വട്ടിയൂർക്കാവ് FHCയിലെ SB രാജി എന്നിവരാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. 100ഓളം ആശാപ്രവർത്തകർ മുടിമുറിക്കൽ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ സമരവേദിയിൽ ഒത്തുകൂടിയത്. അനുഭാവം പ്രകടിപ്പിച്ചെത്തുന്നവരും സമരത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുടിമുറിക്കലിൽ പങ്കാളികളായി. പട്ടിണി കിടന്ന് പ്രതിഷേധിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരം ഘടിപ്പിച്ച് ഒടുവിൽ മുടിമുറിക്കലിലേക്ക് പോലും നീങ്ങേണ്ടി വന്നത്. ഞങ്ങളുടെ മുന്നിൽ യാതൊരു വഴിയും ഇല്ല എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി പ്രതികരിക്കുകയും ചെയ്തു. മുടി മുറിച്ചെറിയുക എന്ന കടുത്ത പ്രതിഷേധത്തിലേക്ക് എത്തിയത് അത്രയ്ക്ക് മടുത്തതുകൊണ്ടാണ്. രാവും പകലും മഞ്ഞും മഴയും വെയിലും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉപരോധം ഇരുന്നും നിരാഹാരം അനുഷ്ഠിച്ചും ആവശ്യങ്ങൾ അധികാരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും ആരും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും ആശാപ്രവർത്തകർ പറയുന്നുണ്ട്. ആശാപ്രവർത്തകരുടെ നിരാഹാര സമരത്തിലും ഇന്ന് കൂടുതൽ പ്രവർത്തകർ പങ്കാളികളാകുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തകരുടെ കഴിഞ്ഞ മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും തടഞ്ഞിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 154 ലോകരാജ്യങ്ങളിലെ 700 തൊഴിലാളി സംഘടനകൾ അംഗമായിട്ടുള്ള ആഗോള തൊഴിലാളി ഫെഡറേഷൻ പബ്ലിക് സർവീസ് ഇന്റർനാഷണൽ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് അയച്ചിരുന്നു. എന്തായാലും ആശാപ്രവർത്തകരുടെ സമരം മറ്റ് സ്ഥലങ്ങൾ പോലും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയും നിലവിലുണ്ട്.